2020 നാലാം ദിവസത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ്. ഒട്ടനേകം കലാപ്രതിഭകളുടെ കലാവാസനകൾ ഒത്തൊരുമിപ്പിച്ചുകൊണ്ടാണ് മാർത്തോമാ യുവജന സഖ്യം വനിതാ ഫോറം ശലഭം 2020 സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ നാലാം ദിവസത്തെ നമ്മുടെ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുവാനായിട്ട് നമ്മോടൊപ്പമുള്ളത് മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ കൺസൾട്ടന്റ് സൈക്കാട്രിസ്റ്റ് ഡോക്ടർ എൽസി ഉമ്മൻ മാം ആണ്. മാമിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ യുവജന സഖ്യത്തിന്റെ ഏതൊരു പ്രോഗ്രാമിന് മാമിനെ ക്ഷണിച്ചാലും വളരെ സ്നേഹത്തോടു കൂടി അത് സ്വീകരിക്കുകയും നമ്മുടെ പ്രോഗ്രാമുകളിലൊക്കെ വന്ന് നമ്മൾക്ക് മോട്ടിവേഷൻ ക്ലാസ്സുകളൊക്കെ നൽകുന്നു. ഈ കോവിഡ് കാലത്ത് സ്ത്രീകളുടെ മാനസികമായ എല്ലാ സംഘർഷങ്ങൾക്കും പ്രിയപ്പെട്ട മാമിന്റെ ക്ലാസ്സുകൾ വളരെ പ്രയോജനകരമാണ് എന്നുള്ളത് വളരെ വാസ്തവമായ ഒരു കാര്യം തന്നെയാണ്. പ്രിയപ്പെട്ട ഡോക്ടർ എൽസി ഉമ്മൻ മാമിനെ ഏറ്റവും സ്നേഹത്തോടു കൂടി മാർത്തോമാ യുവജന സഖ്യം വനിതാ ഫോറത്തിന്റെ പേരിൽ ശലഭം 2020 സ്വാഗതം ചെയ്യുന്നു. മാർത്തോമാ യുവജന സഖ്യം വനിതാ ഫോറം യുവതികളുടെ കഴിവുകൾ ഓൺലൈൻ പ്ലാറ്റ്ഫോം വഴി പ്രകടിപ്പിക്കാനുള്ള അവസരം അവർക്ക് ഒരുക്കുന്നുവെന്ന് അറിഞ്ഞതിൽ വളരെയധികം സന്തോഷവും ചാരിതാർത്ഥ്യവുമുണ്ട്. ഈ കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ ഒരുപാട് റെസ്ട്രിക്ഷൻസ് അനുഭവിക്കുന്ന നമ്മുടെ യുവതി യുവാക്കളുടെ സംഘർഷം വളരെയധികം കൂടുതലാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. സോഷ്യൽ ഡിസ്റ്റൻസിങ്ങിന്റെ പേരിൽ ഒരുപാട് റെസ്ട്രിക്ഷൻസ് അനുഭവിച്ച് മറ്റുള്ളവരുമായി കളിച്ചും ചിരിച്ചും സംവദിച്ചും നടക്കേണ്ടുന്ന ആ ഒരു സമയം തന്നെത്താൻ ചുരുക്കേണ്ടി വരുന്ന ഒരു ഗതികെട്ട അവസ്ഥയിലാണ് നമ്മുടെ യൂത്ത്. ശാരീരികമായി അകലം പാലിച്ചാലും ഹൃദയം കൊണ്ട് അടുപ്പം പാലിക്കാൻ തക്ക രീതിയിൽ നമ്മുടെ ശാസ്ത്രം വളർന്നത് തീർച്ചയായിട്ടും ഒരു ദൈവീക അനുഗ്രഹമാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് പറഞ്ഞതാവും ദൈവം തന്റെ സൃഷ്ടികർമ്മത്തിന് ശേഷം നന്നല്ല എന്ന് പറഞ്ഞ ഒരേ ഒരു കാര്യം. സാമൂഹികമായി കൂടി ജീവിക്കാനാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് വേണം നമ്മൾ ഇതോടൊപ്പം ചേർത്ത് വായിക്കുവാനായിട്ട്. സാമൂഹികമായി ജീവിക്കുമ്പോൾ സഹവർത്തിത്വം ആവശ്യമാണ്. എന്നാൽ ഈ കാലഘട്ടത്തിൽ ഇത്തരം സഹവർത്തിത്വം പാടില്ല എന്നും നാം സാമൂഹ്യമായി ജീവിക്കാൻ പാടില്ല എന്നുമാണ് നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന നിർദ്ദേശം. രോഗഭീതിയില്ലാതെ സഹവർത്തിത്വത്തിനുള്ള ഒരു അവസരമാണ് ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് അല്ലെങ്കിൽ ഓൺലൈൻ മീഡിയകൾ വഴി. അതുകൊണ്ട് തന്നെ മാർത്തോമാ സഭയുടെ ഈ ഉദ്യമം വളരെയധികം ശ്ലാഘനീയമാണ്. മനുഷ്യന്റെ സർഗവാസന അവനവന്റെ സമ്മർദ്ദത്തെ കുറയ്ക്കുന്നു എന്ന് മാത്രമല്ല, അതിന്റെ കാഴ്ചക്കാരുടെ സമ്മർദ്ദവും കുറയ്ക്കുന്നു എന്നുള്ളത് വസ്തുതയാണ്. അതുകൊണ്ട് തന്നെയാണ് മാർത്തോമാ സഭ പണ്ടു മുതലേ ഇത്തരം കാര്യങ്ങൾക്ക് വളരെയധികം പ്രാധാന്യം നൽകി പോരുന്നതും ഇടവക തലം മുതൽ സംസ്ഥാന തലം വരെ ഇത്തരം പ്രകടനങ്ങൾക്ക് കോമ്പറ്റീഷൻസ് നടത്തിപ്പോരുന്നതും. മനഃശാസ്ത്രപരമായി പറഞ്ഞാൽ മറ്റുള്ളവരുടെ പ്രോത്സാഹനവും അഭിനന്ദനവും സഹവർത്തിത്വവും തന്നെയാണ് ഒരു വ്യക്തിയെ മുന്നോട്ട് കുതിക്കുവാൻ ഉതകുന്ന പ്രേരക ശക്തി. മനുഷ്യനെ ഫലം പുറപ്പെടുവിക്കുന്ന ഒരു വൃക്ഷമായിട്ടാണ് സങ്കീർത്തനക്കാരൻ ചിത്രീകരിച്ചിരിക്കുന്നത്. അത് പ്രാവർത്തികമാക്കണമെങ്കിൽ സഹജീവികളോടുള്ള സ്നേഹവും സഹകരണവും ആവശ്യമാണ്. അതിൽ നിന്ന് ഉരുത്തിരിയുന്ന ഒരു പ്രത്യാശയാണ് മനുഷ്യനെ മുന്നോട്ട് നയിക്കുന്ന ഘടകവും. അതുകൊണ്ട് ഇത്തരം പരിപാടികൾ മനുഷ്യനെ ദൈവവുമായിട്ട് ബന്ധിപ്പിക്കുന്നതിനും മനുഷ്യനെ മനുഷ്യരുമായി ബന്ധിപ്പിക്കുന്നതിനും സഹായിക്കുന്ന ഒന്നാണ്. മത്സരങ്ങളുടെ ഈ ലോകത്ത് മത്സരം കൂടാതെ കഴിവുകൾ പ്രകടമാക്കാൻ കിട്ടുന്ന ഈ അവസരം എല്ലാ യുവതികളും പരമാവധി പ്രയോജനപ്പെടുത്തുക. ബാല്യത്തിലെങ്ങോ കളഞ്ഞുപോയ സർഗവാസനകളെ തൊട്ടുണർത്തുന്നതാവട്ടെ ഈ വേദി. സർഗവാസനകൾ എന്നത് ദൈവം നൽകുന്ന താലന്താണ്. ഈ താലന്തിനെ കുഴിച്ചിടാതെ പലിശ സഹിതം തിരികെ ഏൽപ്പിക്കാൻ കിട്ടുന്ന ഒരു അവസരമായി ഇതിനെ കണക്കാക്കുക. സ്റ്റേജ് ഫിയർ ഉള്ളവർക്കും സഭാകമ്പം ഉള്ളവർക്ക് പോലും തങ്ങളുടെ സ്വകാര്യതയിൽ ഇരുന്ന് കഴിവുകളെ പ്രദർശിപ്പിക്കാൻ പറ്റിയുള്ള ഒരു അവസരമാണ് ഇത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുപോലെ തന്നെ ഇവിടെയുള്ള ചിലർക്കെങ്കിലും ലജ്ജ കൂടാതെയും നഷ്ടധൈര്യരാകാതെയും തങ്ങളുടെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ തക്ക പ്രാപ്തിയെ നേടിക്കൊടുക്കുന്ന ഒരു പ്രോഗ്രാമാണ് ഇത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ സദസ്സിനെ അഭിമുഖീകരിക്കാൻ ധൈര്യമില്ലാത്തവരും തങ്ങളുടെ കഴിവിനെ കുറിച്ച് മതിപ്പില്ലാത്തവരും മറ്റുള്ളവരോടൊപ്പം ചേർന്ന് ഇതൊരവസരമായി കണക്കാക്കി ഈ പരിപാടിയിൽ പങ്കെടുത്ത് ഇത് അങ്ങേയറ്റം വിജയിപ്പിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ഇന്നത്തെ ദിവസത്തെ ശലഭം പരിപാടി ഉദ്ഘാടനം ചെയ്തതായി ഞാൻ പ്രഖ്യാപിക്കുന്നു. കൂടാതെ എന്നെ ഈ അവസരത്തിനായിട്ട് ക്ഷണിച്ച മാർത്തോമാ യുവജന സഖ്യം ഭാരവാഹികളെ ഞാൻ നന്ദിപൂർവ്വം സ്മരിക്കുന്നു. പ്രത്യേകിച്ച് റൈറ്റ് റെവറൻഡ് ഡോക്ടർ തോമസ് മാർ തീത്തൂസ് എപ്പിസ്കോപ്പ തിരുമേനിയോടും സെക്രട്ടറി റെവറൻഡ് ജോൺ മാത്യു അച്ഛനോടും മാർത്തോമാ യുവജന സഖ്യം വനിതാ വിഭാഗം ചെയർപേഴ്സൺ മിസ് നീതു മേരി മാമനോടുമുള്ള അകൈതവമായ നന്ദിയെ രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നമ്മെ ഏവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കും. മാതൃഹൃദയം എന്ന മലയാള പദ്യം ചൊല്ലുന്നതിനായി കൊട്ടാരക്കര പുനലൂർ ഭദ്രാസനത്തിലെ സെന്റ് തോമസ് മാർത്തോമ ഇടവകയിൽ നിന്നും പോളിൻ സേറ ജോസിനെ സ്വാഗതം ചെയ്യുന്നു. ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. എൻ്റെ പേര് പോളിൻ സേറ ജോസ്. ഞാൻ പുനലൂർ സെന്റ് തോമസ് മാർത്തോമ ചർച്ച് ഇടവകാംഗമാണ്.
എഴുത്ത് എനിക്കെന്നും പ്രിയപ്പെട്ടതാണ്. പ്രകൃതിയും മനുഷ്യനും എൻ്റെ ചിന്തകളും വികാരങ്ങളും എല്ലാം തന്നെ എൻ്റെ എഴുത്തിലേക്ക് കടന്നു വരാറുണ്ട്. ഇന്ന് ഞാനിവിടെ അവതരിപ്പിക്കുന്നത് എൻ്റെ ഒരു ചെറിയ കവിതയാണ്. പ്രകൃതിയാണ് കവിതയുടെ വിഷയം. ദൈവം ആദ്യം പ്രകൃതിയെ സൃഷ്ടിച്ചു, ശേഷം മനുഷ്യനെ സൃഷ്ടിച്ചു. അതിനെ കാപ്പാനും അതിൽ വേല ചെയ്യുവാനും അവനെ അവിടെ ആക്കി. എന്നാൽ നമ്മുടെ സ്വാർത്ഥതയും അത്യാഗ്രഹവും ഇന്ന് പ്രകൃതിയെ നാശത്തിലേക്കാണ് തള്ളിയിട്ടുകൊണ്ടിരിക്കുന്നത്. കുറച്ചു കാലങ്ങളായി നാം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഓരോ പ്രകൃതി ദുരന്തവും ഇതിനൊരു മുന്നറിയിപ്പാണ്. പ്രകൃതിയെ കാത്തു സൂക്ഷിക്കുക, അതിനെ പരിപാലിക്കുക. അതിനെ നശിപ്പിക്കാൻ നമുക്ക് അവകാശമില്ല. വരുന്ന തലമുറയ്ക്ക് കൂടി നാം കരുതി വെക്കേണ്ടതാണ് ഇവയെല്ലാം. ഇല്ലെങ്കിൽ അവ നമ്മുടെ നാശത്തിനായിരിക്കും വന്നു ഭവിക്കുക. ഞാനിന്നിവിടെ അവതരിപ്പിക്കുന്ന കവിതയും ഈ വിഷയത്തെ പ്രതിപാദിക്കുന്നതാണ്. കവിതയുടെ പേര് മാതൃഹൃദയം. ജന്മമേകിയൊരമ്മതൻ കണ്ണീരിനൊപ്പിനാൽ രുചി ചേർത്ത വരികളിത്. നൊന്തു പെറ്റൊരീ മക്കൾ തനിക്കേകും വേദനകൾ തൻ തീരാപ്രവാഹം. ഉയിരേകി ഉണർവേകി തഴുകിത്തലോടിയൊരമ്മ തൻ രോദനം. ജീവവായുവും സൂര്യകിരണവും അളവില്ലാതേകി വളർത്തിയവൾ. ജീവജലത്തിൻ കുളിരും പകർന്നേകി കിളികളിൻ താരാട്ടായി കുളിർത്തെന്നലായി. തൻ മക്കൾ തൻ നന്മയ്ക്കായെല്ലാമേകി തൻ ജീവൻ നൽകിയൊരമ്മ ഈ ഭൂമി. പറക്കമുറ്റി വളർത്തി വലുതാക്കിയവൾ, തന്നുടൽ പകുത്തു നൽകിയവൾ. എന്തിനിന്നവർ തന്നമ്മ തൻ നെഞ്ചിലെ കാഞ്ഞു ചവിട്ടി മെതിച്ചിടുന്നു. മുലപ്പാലിൻ മധുരം നുണഞ്ഞൊരി മാറിനെ വെട്ടിപ്പിളർന്നിടുന്നു. പ്രാണവായുവും ജീവജലവും മാലിന്യശേഖരമാക്കിയവർ. പെറ്റമ്മ തൻ നോവിനെ ഓർക്കാതെ ഇന്നവർ വേലികൾ കെട്ടിപ്പകുത്തിടുന്നു. പ്രാണനും മന്നവും നൽകിയ പച്ചപ്പിൻ അംശവും വെട്ടിമുറിച്ചിടുന്നു. സർവം സഹയായി ത്യാഗസന്നദ്ധയായി എല്ലാം പൊറുക്കാൻ ശ്രമിച്ചിവൾ. വിഫലമായ ശ്രമങ്ങളെല്ലാമേ അവൾ തൻ കണ്ണീർ മഹാമാരിയായി പെയ്തിടുന്നു. അതിരുകൾ ഭേദിച്ചു പ്രളയമായി കരകവിഞ്ഞൊഴുകുന്നീ കണ്ണീരിൻ അത്യുഗ്രതാണ്ഡവമിത്. പ്രതിഷേധമല്ലിതു രോഷവുമല്ല ഈ അമ്മ തൻ നിലയ്ക്കാത്ത രോദനം. നൊന്തു വളർത്തിയൊരീ മക്കൾ തനിക്കേകും മുറിവിൽ നിന്നൊഴിയിടും നിലയ്ക്കാ ചിത്തം. കേട്ടിടൂ മർത്യ നിന്നമ്മ തൻ നിലവിളി. നിൻ ചെയ്തികൾ നന്മയ്ക്കായി തീർന്നിടാകിൽ ഭവിച്ചിടും തിന്മയ്ക്കായെല്ലാമേ. നാശത്തിൽ വെണ്ണീറായിത്തീരും ദിനം വരും. ഭവിച്ചിടും തിന്മയ്ക്കായെല്ലാമേ. നാശത്തിൽ വെണ്ണീറായിത്തീരും ദിനം വരും. രുചികരമായ ഭക്ഷ്യവസ്തുക്കൾ കൊണ്ട് വിശപ്പടക്കുക എന്നതിലുപരി മനസ്സ് നിറയ്ക്കുക എന്നുള്ളത് ഒരു പ്രത്യേകതരം വൈദഗ്ധ്യമാണ്. സ്വാദിഷ്ടമായ ഒരു രുചിക്കൂട്ടുമായി ഇന്ന് നമ്മുടെ മുൻപിലേക്ക് കടന്നു വരുന്നത് റാന്നി നിൽക്കൽ ഭദ്രാസനത്തിലെ കീക്കുഴൂർ ഈസ്റ്റ് ഇമ്മാനുവൽ മർത്തോമ യുവജന സഖ്യാംഗമായ രേഷ്മ സാറ ജോസഫ് ആണ്. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് രേഷ്മ സാറ ജോസഫ്. ഞാൻ റാന്നി നിൽക്കൽ ഭദ്രാസന യുവജന സഖ്യാംഗമാണ്. ഇന്നിവിടെ ഉണ്ടാക്കുവാനായിട്ട് പോകുന്ന വിഭവത്തിന്റെ പേര് ചിക്കൻ പിംപീൽ സമൂസ. വളരെ ഈസിയായി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് ഐറ്റമാണിത്. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മൈദ 2 കപ്പ്, കരിഞ്ചീരകം 1 ടീസ്പൂൺ, വെള്ളം 3/4 കപ്പ്, ക്രഷ്ഡ് ചിക്കൻ 1/2 കപ്പ്, പൊട്ടാറ്റോ 1 കപ്പ്, വെളുത്തുള്ളി 1 ടീസ്പൂൺ, സവാള ഒരു മീഡിയം സവാള, മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടേബിൾ സ്പൂൺ,
ചിക്കൻ മസാല 1/2 ടേബിൾ സ്പൂൺ, നെയ്യ് 1 ടേബിൾ സ്പൂൺ, ടൊമാറ്റോ സോസ് 1.5 ടേബിൾ സ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്. ഇതിനാവശ്യമായ മാവ് കുഴച്ചെടുക്കണം. അതിനായിട്ട് 2 കപ്പ് മൈദയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. നമുക്ക് അതിനാവശ്യത്തിന് ഉപ്പ് ചേർക്കാം. നമുക്ക് ഇത് കുഴയ്ക്കുന്നത് ചൂടുവെള്ളത്തിലാണ്. നമ്മളൊരു 3/4 കപ്പ് ചൂടുവെള്ളമാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ആവശ്യാനുസരണം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂണോളം നെയ്യ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലായിടത്തും എത്തുന്ന രീതിയിൽ നമുക്ക് നല്ല രീതിയിൽ കുഴച്ചെടുക്കാം. നമ്മൾ കരിഞ്ജീരകം എല്ലായിടത്തും നമ്മൾ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അല്പം എണ്ണ നമുക്ക് തടവി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇത് മൂടി കുറച്ചു നേരം മാറ്റി വയ്ക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ട ഫില്ലിങ്സ് തയ്യാറാക്കിയെടുക്കാം. നമുക്ക് അടുത്തതായിട്ട് ഇതിനാവശ്യമായ ഫില്ലിംഗ് തയ്യാറാക്കാം. അതിനായിട്ട് നമ്മൾ ഗ്യാസ് ഓണാക്കി നമുക്കൊരു നോൺ സ്റ്റിക്ക് പാൻ വെക്കാം. അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് സവാള പേസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ചിക്കൻ നമുക്ക് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ ഉപ്പിട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ടൊമാറ്റോ സോസ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് നല്ല രീതിയിൽ യോജിപ്പിച്ചെടുക്കാം. അങ്ങനെ നമ്മളുടെ ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ട്. നമ്മളുടെ മാവ് തുറന്ന് നോക്കിയിരിക്കുകയാണ്. നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മളുടെ മാവ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പരത്തിയെടുക്കണം. എന്നിട്ട് ഇതിൻ്റെ അകത്തേക്ക് ഫില്ലിംഗ് വെച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. നമുക്കപ്പം ഈ ഡോ മൊത്തത്തിൽ നമുക്കെടുത്ത് നമുക്ക് പരത്താൻ വേണ്ടിയിട്ട് തുടങ്ങാം. നമ്മൾ വളരെ എളുപ്പത്തിൽ നമ്മളിതെങ്ങനെ റോൾസ് ആയിട്ട് നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ട്. നമ്മളിനി ഇത് നമ്മളൊരു ബാറ്ററി മുക്കിയാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാൻ പോകുന്നത്. അതിനുവേണ്ട ബാറ്ററി നമ്മൾ പ്രിപ്പയർ ചെയ്യണം. നമ്മളിതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ മൈദയാണ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ വെള്ളം ചേർത്ത് നമുക്കിത് കട്ടയില്ലാതെ നമുക്ക് കുഴച്ചെടുക്കാം. ഇതൊരു ടൈറ്റായിട്ട് ഉണ്ടാക്കുന്ന ഒരു ബാറ്റർ അല്ല, കുറച്ച് ലൂസായിട്ടിരിക്കുന്ന ഒരു ബാറ്ററാണ്. നമ്മളങ്ങനെ ഇങ്ങനൊരു ലൂസായിട്ടുള്ളൊരു ബാറ്ററാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. ഇനി നമുക്കിത് ഓരോന്നായിട്ട് ഈ ബാറ്ററിൽ മുക്കി എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കാം. ഇതിലേക്ക് ആവശ്യമായ എണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത്, ഡീപ്പ് ഫ്രൈ അല്ല. നമ്മൾ വളരെ ഈസി ആയിട്ടുള്ള ചിക്കൻ പിംപിൽ സമൂസ നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുള്ള ഈ സ്നാക്ക് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വെൻ ഐ സി ഐ എം ക്രിസ്ത്യൻ എന്ന ഇംഗ്ലീഷ് പോയുമായി വരുന്നു ചെന്നൈ, ബാംഗ്ലൂർ ഭദ്രാസനത്തിലെ ഹൈദരാബാദ് എസൻഷ്യൽസ് മാർത്തോമ ഇടവകയിൽ നിന്നും റിയ ജേക്കബ്. Hello, my name is Riya Jacob. I'm from Ascension Marthoma Syrian Church, Hyderabad, belonging to the Chennai-Bangalore Diocese. I thank our Tirumeni and Achans for giving us this platform, this wonderful opportunity to share, to showcase what we are, by God's grace, best in. For this contest,
I'll be reciting a poem titled When I Say I'm a Christian. The poet is disputed to be either Maya Angelou or Carol S. Wimmer. Not sure. When I say I'm a Christian, I'm not shouting I've been saved. I'm whispering. I feel lost sometimes, and that's why I chose this way. When I say I'm a Christian, I don't speak with human pride. I'm confessing that I stumble, needing God to be my guide. When I say I'm a Christian, I'm not trying to be strong. I'm professing that I am weak and pray for strength to carry on. When I say I'm a Christian, I'm not bragging of success. I'm admitting that I've failed and cannot ever pay the debt. When I say I'm a Christian, I don't think I know it all. I submit to my confusion and asking humbly to be taught. When I say I'm a Christian, I don't claim to be perfect. My flaws are all too visible, but God believes I'm worth it. When I say I'm a Christian, I still feel the sting of pain. I have my share of heartache, and that's why I see God's name. When I say I'm a Christian, I don't wish to judge. I have no authority. I only know I'm loved. Thank you. നിറമുള്ള കാഴ്ചകളും സ്വപ്നങ്ങളും വർണ്ണസുന്ദരമായി നെയ്തൊരുക്കിയ കലാമികവ്. ഇപ്പോൾ നമ്മുടെ മുൻപിലേക്ക് കടന്നു വരുന്നത് നിരണം മാരാമൺ ഭദ്രാസനത്തിലെ നിരണം സെന്റ് തോമസ് മാർത്തോമ യുവജന സഖ്യാംഗമായ പ്രീബ ആൻ തോമസ് ആണ്. നമുക്ക് കാതിന് ഇമ്പം പകരുന്ന ഒന്നാണ്. നമ്മുടെ കണ്ണിന് ഇമ്പവും മനസ്സിന് സന്തോഷം നൽകുവാനായി ഒരു നൃത്താവിഷ്കാരവുമായി എത്തുന്നു പത്തനാപുരം അടൂർ ഭദ്രാസനത്തിലെ ഇമ്മാനുവൽ മാർത്തോമ ഇടവകയിൽ നിന്നും പ്രിമ എസ്. ഹായ്, ഞാൻ പ്രീമ എസ്. ഞാൻ അടൂർ ഭദ്രാസനത്തിൽ പത്തനാപുരം സെൻട്രലിലെ ഇമ്മാനുവൽ മാർത്തോമ ചർച്ചിലെ ഒരു യുവജനസഖ്യ അംഗമാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു ഡാൻസ് ആണ് പെർഫോം ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. തിരുനാഥ ശരണം ശരണം മമ ഗുരുവേ കൃപ നീ തരണം അടിയങ്ങൾ നിൻ തിരുമുൻപിൽ ഒരു മനമോടെ. തിരുനാഥ ശരണം ശരണം മമ ഗുരുവേ കൃപ നീ തരണം അടിയങ്ങൾ നിൻ തിരുമുൻപിൽ ഒരു മനമോടെ. നല്ല ദൈവമേ നന്ദിയോടെ ഞാൻ തിരുസന്നിധി കൈതൊഴുന്നിതാ. നല്ല ദൈവമേ നന്ദിയോടെ ഞാൻ തിരുസന്നിധി കൈതൊഴുന്നിതാ.
ശരണം ശരണം മമ ഗുരുവേ കൃപ നീ തരണം അടിയങ്ങൾ നിൻ തിരുമുൻപിൽ ഒരു മനമോടെ തിരുനാഥ ശരണം ശരണം മമ ഗുരുവേ കൃപ നീ തരണം അടിയങ്ങൾ നിൻ തിരുമുൻപിൽ ഒരു മനമോടെ നല്ല ദൈവമേ നന്ദിയോടെ ഞാൻ തിരുസന്നിധി കൈതൊഴുന്നിതാ നല്ല ദൈവമേ നന്ദിയോടെ ഞാൻ തിരുസന്നിധി കൈതൊഴുന്നിതാ. പാഴും നിണ്ണീവയിൽ ഓരോന്നിലും നിറമേഴും ചാലിച്ച കലാവൈദഗ്ധ്യം. ഇപ്പോൾ നമ്മുടെ മുൻപിലേക്ക് ഒരു ബോട്ടിൽ ആർട്ടുമായി കടന്നു വരുന്നത് തിരുവനന്തപുരം കൊല്ലം ഭദ്രാസനത്തിലെ പെരിങ്ങള്ളൂർ മർത്തോമ ഇടവകാംഗമായ അനഘ അലക്സ് ആണ്. അതുകൊണ്ട് കർത്താവ് തന്നെ നിങ്ങൾക്ക് ഒരു അടയാളം തരും. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. അവന് ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. യെശയ്യാവ് 7:14. ദൈവം മനുഷ്യപുത്രനായി അവതരിച്ചപ്പോൾ സ്വർഗവും ഭൂമിയും ഒരുപോലെ സന്തോഷിച്ച നിമിഷം. കർത്താവിന്റെ ദൂതൻ അരുളി ചെയ്തതുപോലെ മറിയ പരിശുദ്ധാത്മാവിനാൽ ഒരു മകനെ ഗർഭം ധരിച്ചു. ദൈവപുത്രനെ ഉദരത്തിൽ ഏറ്റുവാങ്ങുവാനുള്ള സമ്മതം ദൂതനോട് അറിയിച്ച മറിയ മലനാട്ടിൽ യഹൂദിയ പട്ടണത്തിൽ ബന്ധപ്പെട്ടു ചെന്ന് സെക്രിയാവിന്റെ വീട്ടിലെത്തി എലിസബത്തിനെ വന്ദിക്കുന്നു. ഉള്ളം കൊണ്ട് ദൈവത്തിന് മഹത്വം കരയേറ്റിയ മറിയയെ എലിസബത്ത് വാഴ്ത്തിപ്പാടുന്നു. പ്രവചന നിവൃത്തിക്കായി ബുദ്ധിമുട്ടുകൾ എല്ലാം തരണം ചെയ്ത് യോസഫും മറിയയും നസ്രേത്തിൽ നിന്ന് ബേത്ലഹേമിലേക്ക് യാത്രയായി. അങ്ങനെ ജീവന്റെ അപ്പമായവൻ അപ്പത്തിന്റെ ഭവനത്തിൽ പ്രവചനങ്ങൾ എല്ലാം പൂർത്തീകരിച്ച് ജാതനായി. സ്വർഗത്തിനും ഭൂമിക്കും അധിപതിയായവൻ ഒരു പുൽക്കൂട്ടിൽ ശീലകൾ ചുറ്റി മനുഷ്യക്കിടാവായി ജനിച്ചിരിക്കുന്നു. കാൽവറിക്കുന്നിൽ എന്ന അതിമനോഹരമായ ഗാനത്തിന് ഒരു ഡുവറ്റുമായി എത്തുന്നു തിരുവനന്തപുരം കൊല്ലം ഭദ്രാസനത്തിലെ അഞ്ചൽ സെന്റ് പോൾസ് മാർത്തോമ ഇടവകയിൽ നിന്നും ദിയ ആൻഡ് സുസ്മി. യാഗമായി മാറും
ജീവനേകുവാനായെന്നു പാടുപെട്ടു നീ. എന്റെ ജീവനായവനേ, നീ ആശ്രയിക്കുന്നോമേ, കാൽവരിക്കുന്നിൽ. സർഗാത്മകമായ കരവിരുതിന്റെ സുന്ദരമായ ആവിഷ്കാരവുമായി ഇപ്പോൾ നമ്മുടെ മുൻപിലേക്ക് കടന്നു വരുന്നത് റാന്നി നിലയ്ക്കൽ ഭദ്രാസനത്തിലെ കടമനിട്ട മർത്തോമ ഇടവകാംഗമായ നേഹ സൂസൻ ആണ്. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് നേഹ സൂസൻ മാത്യു. ഞാൻ റാന്നി നിലയ്ക്കൽ ഭദ്രാസനത്തിലെ യുവജന സഖ്യാംഗമാണ്. ഞാൻ ഇന്നിവിടെ ഒരു ആർട്ട് വർക്കാണ് ചെയ്യാൻ പോകുന്നത്. നേരത്തെ ചുരുട്ടി വെച്ച് അതെല്ലാം എടുത്തൊട്ടിച്ചു എന്നെടുത്തേ. അപ്പം ഇതാണ് നമ്മുടെ വർക്ക്. അപ്പം എല്ലാവർക്കും താങ്ക് യു. ഒരു മഴയും തോരാതെ ഇരുന്നിട്ടില്ല എന്ന പാട്ടുമായി എത്തുന്നു പത്തനാപുരം അടൂർ ഭദ്രാസനത്തിലെ ഇമ്മാനുവൽ മാർത്തോമ ഇടവകയിൽ നിന്നും ജുവൽ ജോൺ. ഹായ്, ഞാൻ ജുവൽ ജോൺ. ഞാൻ അടൂർ ഭദ്രാസനത്തിലെ പത്തനാപുരം സെൻറ്റർ ഇമ്മാനുവൽ മർത്തോമ ചർച്ചിലെ ഒരു യുവജന സഖ്യ അംഗമാണ്. ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഒരു ഗാനമാണ് ആലപിക്കാൻ പോകുന്നത്. ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും അടഞ്ഞാതിരുന്നിട്ടില്ല, ഒരു രാവും പുലരാതിരുന്നിട്ടില്ല, ഒരു നോവും കുറയാതിരുന്നിട്ടില്ല. തിരമാലയിൽ ഈ ചെറുതോ
കാഴ്ചകൾ ഓരോന്നും വർണ്ണക്കടലാസിൽ കോറിയിട്ട് അതിന്മേൽ ചായം ചാർത്തിയ കലാമികവ്. മനോഹരമായ ഒരു പെയിന്റിങ്ങുമായി നമ്മുടെ മുൻപിലേക്ക് കടന്നു വരുന്നത് ചെങ്ങന്നൂർ മാവലിക്കര ഭദ്രാസനത്തിലെ പെണ്ണുക്കര ഇമ്മാനുവൽ മർത്തോമ യുവജന സഖ്യാംഗമായ ജിയ എബ്രഹാമാണ്. എൻ്റെ പേര് ജിയാസിമ എബ്രഹാം. ഞാൻ ചെങ്ങന്നൂർ മാവേലിക്കര ഭദ്രാസനത്തിലെ ചെങ്ങന്നൂർ സെൻറ്ററിലെ പെണ്ണുക്കര ഇമ്മാനുവൽ ഇടവകയിലെ യുവജന സഖ്യ അംഗമാണ്. ഇന്ന് മർത്തോമ യുവജന സഖ്യത്തിൻ്റെ വനിതാ ഫോറം സംഘടിപ്പിക്കുന്ന ശലഭം എന്ന പ്രോഗ്രാമിന് വേണ്ടി ചെറിയൊരു പെയിൻറ്റിംഗാണ് ഞാൻ ചെയ്യുന്നത്. പാട്ട് പാടുന്നത് നല്ലൊരു കഴിവാണ്. പാട്ട് പാടുന്നവരെയും നമുക്കിഷ്ടമാണ്. എന്നാൽ സാധാരണ പാട്ടുകളിൽ നിന്ന് വ്യത്യസ്തമായി ഒരു പാട്ടിനെ തല തിരിച്ചു പാടുമ്പോൾ അതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കഴിവാണ്. അങ്ങനെ ഒരു കഴിവുമായി എത്തുന്നു കുന്നംകുളം മലബാർ ഭദ്രാസനത്തിലെ ആർത്താറ്റ് മാർത്തോമ ഇടവകയിൽ നിന്നും സിറിൻ സാറ ഷൈജു. മാർത്തോമ യുവജന സഖ്യം വനിതാ ഫോറം ശലഭം എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സെറിൻ സാറ ഷൈജു, കുന്നംകുളം മലബാർ ഭദ്രാസനത്തിൽ ആർത്താറ്റ് കുന്നംകുളം മാർത്തോമ പള്ളിയിലെ ഒരു അംഗമാണ്. അപ്പോൾ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു തല തിരിഞ്ഞ പരിപാടിയാണ്. അതായത് എന്തെങ്കിലും വാക്കോ സെൻറ്റൻസോ പാട്ടോ എന്തായിക്കോട്ടെ അതെല്ലാം തല തിരിച്ച് പറയുക, അല്ലെങ്കിൽ റിവേഴ്സ് ആക്കിയിട്ട് പറയുകയോ പാടുകയോ ചെയ്യും. അപ്പോൾ ഞാനിവിടെ ക്രിസ്ത്യൻ സോങ്സാണ് പാടാൻ പോകുന്നത്. അതുകൊണ്ട് ഒരു കാര്യം പറയാനുള്ളത്, ഇതാരും ഒരു നെഗറ്റീവ് മീനിങ്ങോടെ കൂടെ കാണരുത്. കാരണം അത്രയും മഹത് വ്യക്തികളൊക്കെ എഴുതിയിട്ടുള്ള ആദരവും സ്നേഹവും ഒക്കെ കാണിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ പാട്ടും പാടുന്നതൊക്കെ. അപ്പോൾ ഒരു ടാലൻറ്റ് എക്സിബിഷൻ മാത്രമായിട്ട് നിങ്ങളിത് കാണണം, ഒരു നെഗറ്റീവ് ഒരു മീനിങ്ങിലൊന്നും എടുക്കരുത് എന്ന് ആദ്യം പറയാണ്. അപ്പോൾ വന്ദനം ഈശ്വര എന്നുള്ള പാട്ട് ഇങ്ങനെയാണ്, തല തിരിച്ചിട്ട് റിവേഴ്സ് ആക്കിയിട്ടുണ്ടാവും. നമുക്കൊന്ന് കേട്ട് നോക്കാം. വന്ദനം യേശുപര നിനക്കെന്നും വന്ദനം യേശുപര, നന്ദവര പശുവേ നുംകനനി നന്ദവര പശുവേ, നന്ദവനുയുചി നീര്യടിയരുത്തി വരദനതിമമ, വന്ദനം ചെയ്യുന്നു നിന്നടിയാർ തിരുനാമത്തിനാദരവായി, നവദുൽഗണക രഹനുമായി ഗാഗനനദം ദസ, നേമന്യവു തിഴകപ്പു നക്യുദിസ്തു നേവനവാക്കുനന്ദി, ഊനമന്യെ പുകഴ്ത്തി സ്തുതിക്കുന്ന വാനവനെ നിനക്കു. അടുത്ത എന്തതിശയം എങ്ങനെയൊന്നൊന്ന് കേട്ടു നോക്കാം. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ, ബേയശദിന്തയേ ദൈവദേഹം സ്നേത്രായ മെഹരനുമാ, ദുവലിന്ദ ചെങ്ങടാൻ ദൂസ്തിമനാമസന്തം ദസനൂണു കന്യാ, മേയശദിന്തയേ ദൈവദേഹം സ്നേത്രായ മെഹരനുമാ, തീവിധ ജീലപൽകാഴ്ചയിൽ പൊന്നവട്ടും ഉദിക്കാതിശനി, നേലം വകെ ചൂലിപ്പ് പാലിച്ചിടും തവ സ്നേഹമതുല്യമഹോ,
എന്തതിശയമേ ദേവദേഹം സ്നേത്രായ മിഹാരനുമാ. എങ്ങനെയായിരിക്കും? എന്നോടുള്ള നിൻ സർവനന്മകൾക്കായി ഞാനെന്തു ചെയ്യേണ്ടു നിനക്കേശു പരാ പോയിന്തുവേ ഡുയേച്ചകുനവിരാ പശുവേ. മണ്ണിടത്തിലടിയൻ ജീവിക്കും നാളെന്നും നന്ദ വയും ചെരുത്തിനൂത്തിമന വാദേ നന്ദ വയും ചെരുത്തിനൂത്തിമന. സോങ് കൂടെ പാടി നമുക്ക് അവസാനിപ്പിക്കാം. എന്നേക്കും മഹത്വം. കിം നേ ത്വം ഹമാ കായതാപി കിം നേ ത്വം ഹമാ ഗായതാസു. Thank you. വാക് വൈഭവത്താൽ ആശയങ്ങൾ ഓരോന്നും ജനഹൃദയങ്ങളിലേക്ക് എത്തിക്കുന്ന സർഗാത്മകത. ആശയസമ്പന്നമായ ഒരു ആംഗലേയ പ്രസംഗവുമായി കടന്നു വരുന്നത് കുന്നംകുളം മലബാർ ഭദ്രാസനത്തിലെ തൃശൂർ എബനേസർ മർത്തോമ യുവജന സഖ്യാംഗമായ അലീന ആൻഡ് ജോസഫാണ്. Greetings in the name of Jesus Christ. Today, our topic of discussion is good deeds behind the pandemic situation of COVID-19. Dear friends, we have been ruled by this COVID-19 for a long time, a very long time, in which we arise in certain questions like, why aren't we able to find a solution for this problem or a medicine to this illness, which has been authorized in the list of WHO? In which we also know that technology has got a limit, though it has deserved many of the developments. There are certain limitations which make us think that it is not just science can put forward every theories for solution, but also to be succeeded, there is a need of the activities and actions of Jesus Christ in us. The salvation to the world is proclaimed by him. In our society, even humanity is questioned in these days. Whether we have a humane nature, whether we have the nature of God, his actions truly make us inspired, and the actions of Christ in the society in which he lived make us think that the real humanity comes from your heart and not from your brain by just thinking of praise and appreciation. And here in our society, we can see certain people who put themselves inside the four walls of doors, scaring the only COVID-19 could accumulate his health and destroy him. Certain people who comes forward when situations happen to help people and to give their kind arms to them. It's true that it has unleashed a terror inside the world that COVID-19 has taken away our greatest weapon. It is true that now it can be destroyed from any of our activities. Only God with his power can help us. We have seen certain situations in which people really needed help and those people who come forward to do it. It is true that actions speaks louder than words. Here there is a situation which I could tell you that I read in a newspaper. A man who saved a little girl who was in quarantine with her family. When she was bitten by a snake, she was taken to the hospital by this young man without even scaring or afraid of this deadly disease which could accumulate his health or could rage on him. He never even thought of what it could bring him, but the sacrifice. He had put himself in front of the situation and avoided a big loss which that family could ever receive. And also the plane crash which happened in Karipur, we have to think of that. Those people who lived nearby them just came forward and helped
rescued people and get them to the real hospital and get them to a hospital and helped in any way they could be. In certain situations which help us to think that, which make us to think that what we can do. It is the biggest question which can come over your and my mind, because this is the question which the situations and the exploration of life has put in front of us. The Good Samaritan is the best example which I could give you from the Bible in this situation. We have to know certain things and we have to act accordingly to it. We have to keep ourselves safe and secure, but in certain conditions we have to put ourselves in front of certain battle and we have to fight, to not just for our lives but to even help others. That brings the entire characteristics of a God into you and me. Friends, I'm concluding saying that it's not just they could make change, but you and me can be a part of this change as well. So let's move forward and help people, those who are in need of help, and just show your hands to them. They can even be more helpful and find salvation and can find solutions for their own problems. Thank you. മലയാള പദ്യം ചൊല്ലുന്നതിനായി അടൂർ ഭദ്രാസനത്തിലെ കൊട്ടന്നൂർ മാർത്തോമ ഇടവകയിൽ നിന്നും ഷാരോൺ മറിയം ഷാജിയെ സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. എൻ്റെ പേര് ഷാരോൺ മറിയം ഷാജി. ഞാൻ അടൂർ ഭദ്രാസനത്തിലെ കൊറ്റനല്ലൂർ ശാലയും മർത്തോമ ഇടവകാംഗമാണ്. ഞാനൊരു കവിത പാരായണം ചെയ്യുന്നു. തീയാണു ചൂടാണു ഇന്നോളമില്ലാത്ത ചൂടാണു ഇന്നെന്റെ നാട്ടിലും മേട്ടിലും. പക്ഷികൾ കേഴുന്നു, വൃക്ഷങ്ങൾ വാടുന്നു, ഭൂമിയെങ്ങും ചുട്ടുപൊള്ളുന്നിതാ. കാടുകൾ ചാലുകൾ വറ്റാത്ത നദികളും കാറ്റുമൂടുന്നൊരുദ്യാനവും. കണ്ടില്ലേ തീ പിടിച്ചാളുന്നു ചുറ്റിലും, മർത്യൻ വികൃതിയിലാക്കി പ്രകൃതി. മൃത്യുവിൻ ചുണ്ടിലിരുന്നു ഞരങ്ങുന്നു മർത്യരോ, നൂറായിരം ലക്ഷങ്ങൾ പിന്നെയും. തൻ കാര്യമെന്ന വിഷവുമായി വന്നെത്തി കിരീടമണിഞ്ഞൊരു പുതു അതിഥി, തൻ പേരോ കൊറോണ. അന്തമില്ലാത്ത ദാഹവുമായി മുട്ടിട്ട നാട്ടീന്ന് ഇനിയും ജീവിച്ചു മതി വരാത്ത മക്കളെ, നിന്റെ നീചമാം കരവലയത്തിലാഴ്ത്തിയ എത്രയോ ജീവിതങ്ങൾ പൊലിഞ്ഞുപോയി. പൊട്ടിക്കരയുമെൻ രോദനം കേട്ടു കേട്ടെത്തി എന്നാതുരാലയത്തിലാക്കുവോർ. കണ്ടു ഞാൻ ചുറ്റിലും എന്റെ കൂട്ടുകാർ, കണ്ടെങ്കിലും കണ്ട ഭാവം നടിച്ചില്ലവർ. ക്ഷീണവും തളർച്ചയും കൈയടക്കി എത്രയോ മർത്യജന്മങ്ങൾ മരിച്ചു മണ്ണടിയുന്നു ദൈവമേ. ചെയ്തു പോയോരപരാധങ്ങൾക്കെന്ന പോൽ ഞങ്ങളെ മായ്ച്ചു കളയല്ലേ നാഥ. തൻ കരവിരുതിൽ സൃഷ്ടിച്ച മർത്യനോടുരിയാടാൻ കഴിയാതെ മൗനിയായി നിന്നു ദൈവം. സ്നേഹമായി സൗഹാർദ്ദമായേവരും വാഴും കാലം കാണുവാൻ കൊതിക്കുന്നതെന്നിലെ കലാകാരൻ. ഇരുളടഞ്ഞ തടവറയിലാണ്ടുപോയി നാഥ, സദയം ക്ഷമിക്കണേ പൊറുക്കേണമേ. സ്വജീവിത ദിനങ്ങൾ തൻ തടവറയിൽ നിന്നും സ്വതന്ത്രമായിട്ടൊന്നു വസിച്ചിടട്ടെ. അതേ സ്വജീവിത തടവറയിൽ സ്വതന്ത്രനെങ്ങനെ ദൈവത്തെ സ്തുതിക്കണമെന്നും പഠിപ്പിച്ച പാഠം. ധരണി സ്വീകരിച്ചാലും ഈ വിശിഷ്ടാതിഥിയെ നിൻ പാദങ്ങൾക്കടിയിൽ സംസ്കരിപ്പൂ. ആകുല ചിന്തയെ അതിജീവിക്കണം, നമുക്കീ ശത്രുവിനെ ഒരൊറ്റക്കെട്ടായി പോരാടണം. നാം ഒരൊറ്റക്കെട്ടായി പോരാടണം. ഒരു നല്ല ലോകം നമുക്കു സ്വപ്നം കാണാം, ഒരു നല്ല നാളേക്കായി പ്രാർത്ഥിക്കാം. വിടരാനുള്ള പൂമൊട്ടുകൾ എല്ലാം വിടരട്ടെ, ഒരു പൂവും കൊഴിയാതെ ഇരിക്കട്ടെ. ഈ ലോകം നന്മയുടെ നറുമണം പൊഴിക്കട്ടെ. നന്മയേത് തിന്മയേതെന്നറിയാതെ ജീവിപ്പൂ നരരി, നമ്മളിനിയും മനുഷ്യരായിട്ടില്ല. അതിജീവിക്കും നാം ഈ കാലഘട്ടത്തെ, സധൈര്യം നേരിടാം ഒരു പുതിയ സംവത്സരത്തിലൂടെ. മനുഷ്യരായി നമുക്കു സഞ്ചരിക്കാം.
ഭാവരാഗ താളങ്ങൾ സമന്വയിപ്പിച്ച അതിമനോഹരമായ നൃത്തച്ചുവടുകളുമായി നമ്മുടെ മുൻപിലേക്ക് കടന്നു വരുന്നു റാന്നി നിലക്കൽ ഭദ്രാസനത്തിലെ പൂവമ്പാറ ശാലേം മർത്തോമ യുവജന സഖ്യാംഗമായ കരിഷ്മ എൽസ ക്രിസ്റ്റു. जीवन की खोज में निकला रे, ओ जीवन की खोज में निकला रे, जीवन की खोज में निकला रे। यीशु पाया, यीशु पाया, यीशु पाया, यीशु पाया, मार्ग पाया, सत्य पाया, जीवन पाया रे, मार्ग पाया, सत्य पाया, जीवन पाया रे, मार्ग पाया, सत्य पाया, जीवन पाया रे, मार्ग पाया, सत्य पाया, जीवन पाया रे। ओ साथी रे, साथी रे, रे बंधु रे, दुनिया में घोर अंधेरा शैताने है डाला डेरा, हाँ इस दुनिया में घोर अंधेरा शैताने है डाला डेरा, सबके मन को इसने घेरा, सबके मन को उसने फेरा। ओ निकला उजियारे की खोज में, ओ निकला उजियारे की खोज में, निकला उजियारे की खोज में। यीशु पाया, यीशु पाया, यीशु पाया, यीशु पाया, मार्ग पाया, सत्य पाया, जीवन पाया रे, मार्ग पाया, सत्य पाया, जीवन पाया रे, मार्ग पाया, सत्य पाया, जीवन पाया रे, मार्ग पाया, सत्य पाया, जीवन पाया रे। ओ साथी रे, बंधु रे, रे बंधु रे, साथी रे। ദൈവനാമത്തിന് മാത്രമുണ്ടായിരിക്കട്ടെ. ഇന്ന് ഞാനിവിടെ ആയിരിക്കുന്നത് ഏവർക്കും നന്ദി പറയുവാനാണ്. ഇന്ന് നമുക്ക് ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്ത് സഹായിച്ച മാമിനോടുള്ള നന്ദി സമയം അറിയിച്ചു കൊള്ളട്ടെ. വിവിധ തരത്തിലുള്ള കഴിവുകൾ നമുക്ക് മുന്നിൽ കാഴ്ചവെച്ച വനിതാ സുഹൃത്തുക്കളോടും ഇന്ന് ഈ പ്രോഗ്രാം കോമ്പയർ ചെയ്ത് സഹായിച്ച വ്യക്തിയോടും അതുപോലെ തന്നെ ഇന്ന് ഈ പ്രോഗ്രാം കണ്ട് പങ്കാളികളായവരോടും ഉള്ള നന്ദി ഈ സമയം മർത്തോമ യുവജന സഖ്യത്തിന്റെ വനിതാ ഫോറത്തിന്റെ പേരിൽ അറിയിച്ചു കൊള്ളുന്നു. നാളെ ഇതേ സമയം ഇതേ വേദിയിൽ നമുക്ക് വീണ്ടും കാണാമെന്ന പ്രാർത്ഥനയോടെ നിർത്തട്ടെ.